യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ തിരുവചനം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടും ഇരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവൻ അല്ലോ. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. സഹിഷ്ണുത പേഷ്യന്റോട് ഇരിക്കുന്നവരെ അതായത് ബ്ലെസ്സഡ് മാൻ, നാം അനുഗ്രഹീതർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ പഴയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തിയെ കുറിക്കുകയാണ്, പറയുകയാണ് യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ. യോബിന്റെ സഹിഷ്ണുത പിടിച്ചു നിന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കേട്ടത് മാത്രമല്ല, പിന്നെ കണ്ടത് ഹല്ലേലൂയ കർത്താവ് വരുത്തിയ അവസാനം. ഹല്ലേലൂയ, അതാണ് ഇന്ന് പകലത്തെ ദൂത്. ഹല്ലേലൂയ, അതിന്റെ ഔട്ട്കം നിങ്ങൾ കേട്ടത് ഒരു കാര്യമാണ്, പക്ഷെ അതിന്റെ ഔട്ട്കം ആയിട്ട് വെളിപ്പെട്ടത് വേറൊരു കാര്യമാണ്. നിങ്ങൾ കേട്ടതല്ല, പിന്നെ അവന്റെ ലൈഫിൽ നിങ്ങൾ കണ്ടത് ദൈവം വരുത്തിയ അവസാനം. ഹല്ലേലൂയ. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവൻ അല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശു കർത്താവിന്റെ സഹോദരനായ യാക്കോബ്. ഈ യാക്കോബിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ആദ്യ സമയങ്ങളിൽ സ്വന്തം കുടുംബത്തിലുള്ളതല്ലേ, യേശുവിനെ അംഗീകരിച്ചതേയില്ല. പക്ഷെ പിന്നീട് വിശ്വാസത്തിലേക്ക് വരികയും പിന്നീട് സഭയുടെ, യെരൂശലേം സഭയുടെ ഒരു ഭയങ്കര തൂണായിട്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കത്തക്കവണ്ണം ദൈവം യാക്കോബിനെ മാറ്റി. യേശുവിന്റെ മരണവും പുനരുദ്ധാനവും നേരിട്ട് കണ്ടതുകൊണ്ട് തന്റെ പ്രസംഗമൊക്കെ ആ ശക്തിയോടെ, ആ ബലത്തോടെ, ആ ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടാണ് അത് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ആ യാക്കോബ് അപ്പോസ്തലൻ ദൈവമക്കളോട്, ദൈവ കുഞ്ഞുങ്ങളോട് എഴുതുന്ന ഈ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിന്റെ വചനം. ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഒന്ന്, ജീവിതത്തിന്റെ അകത്ത് മനുഷ്യന് പ്രാർത്ഥനയുടെ അനുഭവം, പ്രാർത്ഥിക്കുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. പ്ലസ് അവിടെ കൊണ്ട് തീർന്നില്ല, പ്രാർത്ഥന മാത്രം പോരാ, ജീവിതത്തിൽ പ്രായോഗികമായ അനുഭവങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്, പ്രാർത്ഥന ജീവിതവും പ്രായോഗിക ജീവിതവും ഉണ്ടാകണമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്. വെറും വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിന്റെ പ്രവൃത്തിയോട് കൂടിയ ഒരു ഭക്തിയോടെ ജീവിതം മനുഷ്യൻ ഉണ്ടായിരിക്കണം എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. അതായത് പ്രാർത്ഥനയുടെ, ദൈവാശ്രയത്തിന്റെ ജീവിതവും പ്രായോഗികമായ ജീവിതവും നമുക്കുണ്ടായിരിക്കണം. 2 ബാലൻസ് ആയിരിക്കണം. ഒരു പക്ഷിയുടെ ചിറക് എന്ന് പോലെ രണ്ടും ഒന്നിച്ച് നല്ല രീതിയിൽ വിടന്നു നിൽക്കുമ്പോൾ പറന്ന് ഉയരാൻ സാധിക്കുന്ന പോലെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ജയത്തിൽ നിന്നും ജയത്തിലേക്ക്, മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് 2 ബാലൻസായി പ്രായോഗിക ജീവിതത്തിന്റെ അനുഭവങ്ങളും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുന്നതും പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിന്റെയും ജീവിതം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറിയിരിക്കും. അത് ഓർപ്പിച്ച് അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഈ അസഹിഷ്ണുതയോടെ നമ്മൾ കാര്യങ്ങളെ കാണരുത് എന്ന് ഓർപ്പിക്കുന്നതാണ് 5-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് ബൈബിൾ റീഡിങ്ങിലും ചേർന്ന് വായിച്ചത്. ഒന്ന്, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഭാഗ്യകരമായ പ്രത്യാശ, പ്രോമിസ്, എൻ്റെ അരുമനാഥന്റെ കർത്താവ് വരവാണ്, കർത്താവ് നമ്മെ ചേർക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതാണ് 7 മുതൽ പറയുന്നത് പോലെ ഹല്ലേലൂയ, ഒരു കർഷകൻ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചോണം, ഹല്ലേലൂയ, ഒരു കർഷകൻ വിത്ത് വിതച്ചിട്ട് താൻ കാത്തിരിക്കുന്ന ഒരു മഴയ്ക്കായി. കാരണം എന്നിട്ട് വേണം അതിന്റെ വിളകൾ ഉണ്ടായി ഒരു കൊയ്ത്തിലേക്ക് പോകാൻ. അങ്ങനെ ഒരു കർഷകൻ മുൻമഴയ്ക്കും പിന്നീട് ഒരു പിന്മഴയ്ക്കും കാത്തിരിക്കുന്ന പോലെ കർത്താവിന്റെ വരവിനായി, കർത്താവിന്റെ പ്രത്യക്ഷയ്ക്കായി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ് യോബിന്റെ, പഴയ നിയമത്തിലെ യോബിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന്. നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ
പലപ്പോഴും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതീക്ഷിക്കാത്ത പോരാട്ടങ്ങൾ, എല്ലാവരും ശ്രദ്ധിച്ച്, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ, എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിക്കുന്നത് എന്ന് നമ്മളെല്ലാം ചിന്തിക്കാറുണ്ട്. മനുഷ്യ ജീവിതത്തിലാണ് ആ ട്രയൽസും, ആ പ്രോബ്ലംസും, പ്രതിസന്ധികളും, പ്രശ്നവും ഒക്കെ നമ്മുടെ മുമ്പിൽ കയറി ഇറങ്ങി വരും. മനുഷ്യനായ എല്ലാവരും ഉള്ളിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ കയറി ഇറങ്ങി പോകുന്നത്? പക്ഷേ യാക്കോബ് അപ്പോസ്തലൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ഏതുവിധ പരാജയമാകാം, നിരാശയാകാം, ജീവിതത്തിന്റെ ഏത് അനുഭവത്തിൽ കൂടെ കയറി ഇറങ്ങിപ്പോയാലും അവനൊരു പ്രത്യാശയുടെ ദൂതാണ് ഇയ്യോബിൽ കൂടെ വിളിച്ചു പറയുന്നത്. എന്താണോ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, പക്ഷേ ഇയ്യോബിന്റെ പുസ്തകം വിളിച്ചു പറയുന്നു, ഒരു മഹാദൈവം ഒരുത്തന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ അവൻ അനുഭവിക്കുന്നതിനെയെല്ലാം തിരിച്ചു മാറ്റിയെടുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സഹിഷ്ണുതയോടെ, പ്രാർത്ഥനയോടെ ഏതൊക്കെ വ്യക്തി ദൈവസന്നിധിയിൽ കാത്തിരുന്നോ, അവന്റെ ഔട്ട്കം, അവന്റെ അവസാനം പഴയതുപോലെ, പണ്ടത്തെ പോലെ ആയിരിക്കത്തില്ല. അതിനൊരു ഭയങ്കര മാറ്റത്തെ എൻ്റെ ദൈവം ചെയ്തിരിക്കും. നിന്നെ എന്തൊക്കെ ഈ നാളുകളിൽ ബന്ധിച്ചാലും, അത് വേദനയാകാം, അത് നിരാശയാകാം, അത് പരാജയമാകാം, അത് രോഗമാകാം, പക്ഷെ അതിനെ ടേൺ അറൗണ്ട്, അതിനെ തിരിച്ചു മാറ്റി ഒരു പുതിയ ഔട്ട്കം, ഒരു ശുഭാന്ത്യം വരുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴോ, ഇന്ന് പകൽ ഇവിടെ വന്ന് ആരാധിക്കുമ്പോഴോ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഞാൻ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ബൈബിൾ വിളിച്ചു പറയുന്നു, അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇയ്യോബ് എന്നൊരു മനുഷ്യൻ. അവന്റെ ജീവിതത്തെ തിരിച്ചു മാറ്റി, അവന്റെ ജീവിതത്തെ കെട്ടപ്പെട്ട എന്തിനെ ഉണ്ടോ അതിനെ പൊട്ടിച്ച് ദൈവം ഒരു ശുഭാന്ത്യം വരുത്തിയെങ്കിൽ, ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന സകലരെ തൊട്ട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നീ ഇന്ന് കാണുന്ന അനുഭവമല്ല, എൻ്റെ ദൈവം വരുന്ന നാളുകളിൽ ഒരു ശുഭാന്ത്യത്തിലേക്ക്, ഒരു ഗുഡ് ഔട്ട്കമിലേക്ക് അതിനെ ടേൺ ചെയ്യും. യെസ്, അത് ദൈവം ടേൺ ചെയ്യും. ആരോടൊക്കെയോ ദൈവം പറയുന്നു, നീ കണ്ട വേദനകൾ, നീ കണ്ട ഭയങ്ങൾ, നീ കണ്ട കുറവുകൾ, നീ കണ്ട രോഗങ്ങൾ ദൈവം അത് ടേൺ ചെയ്യാൻ പോയാ. ഇന്ന് നിന്നെ കുറിച്ച് കേൾക്കുന്നതല്ല, നാളുകളിൽ കാണാൻ പോകുന്നത് something new, something good നിന്റെ ലൈഫിൽ വെളിപ്പെടും. അങ്ങനെ കടന്നു പോകുന്ന ആരോടൊക്കെ ദൈവം ഉറപ്പിച്ചു പറയുകയാണ് ഈ ദൂത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഒരു ചോദ്യമായിട്ടിരിക്കുന്നെങ്കിൽ അവരോടുള്ള എല്ലാം ദൂതാണ് ഈ ദൂത് പറയുന്നത്. എന്തുകൊണ്ട് പാസ്റ്റർ ബ്രദർ എൻ്റെ ലൈഫിന്റെ അകത്ത് ഇങ്ങനെ ആ അനുഭവത്തിൽ കൊണ്ട് ഞാൻ കയറി ഇറങ്ങുന്നു? ഒരു കാര്യം വിശ്വസിക്ക്, നീ സഹിഷ്ണുതയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ സാധിച്ചാൽ, ലോകം പരാജയമെന്ന് പറഞ്ഞാലോ, നീ ഭാഗ്യവാനെന്ന് പറഞ്ഞ് ഇപ്പൊ നിന്നെ കുറിച്ച് കേൾക്കുന്നതല്ല കാണാൻ പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ നിന്നെ കുറിച്ച് കേട്ടതല്ല കാണാൻ പോകുന്നത്, പകരം ദൈവം വെച്ച ചിലത്. ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ഇന്ന് പകൽ ഇത് ചില കുടുംബങ്ങളോട് വിവേചിച്ച പറയുന്ന ദൈവാത്മാവ് അടാജകത്തര ഇലട്ടിക്കെട്ടി അജീതകത്തരാധികത്തര ജീവൽ ബലാധികത്തര ഒരു പുതിയ ഔട്ട്കം, ദൈവം വെച്ച ശുഭാന്ത്യം നിന്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. ഭാവിക്ക് തുറക്കട്ടെ, ഭാവിയിൽ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ മകനമേ ഒരു ശുഭ ഔട്ട്കം റിവീൽ ആകട്ടെ. പ്രാപിച്ചോ മകളെ? തൊടുവോ, നിന്നെ തൊടുന്നു ദൈവാത്മാവ്.
ഒരു ന്യൂ ഔട്ട്കം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. ഇന്ന് നീ കടന്നു പോകുന്ന ട്രയൽസുകൾ, ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, സംതിങ് ഗ്രേറ്റർ, ഏറ്റവും മഹത്തേറിയത് ഒരു സാക്ഷ്യമായി മാറാൻ പോകുകയാണ്. പുതിയ നിയമത്തിൽ യേശു ആകട്ടെ, കർത്താവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരാകട്ടെ, അപൂർവം ചില വ്യക്തികളുടെ പേര് മാത്രമേ ഈ പുതിയ നിയമത്തിലും കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഒരു ഭയങ്കര മിറക്കിൾസ് ആണ്. അതിലൊന്നാണ് ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്. കാരണം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? നമ്മുടെ ദൈവം യെശയ്യാവ് 46:10 പറയുന്നത്, ആരംഭത്തിൽ തന്നെ അവസാനം, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനിരിക്കുന്നതും ഞാൻ പ്രസ്താവിക്കും. നാളെ നടക്കുന്നത് നമുക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല. നാളെ വന്നതിന് ശേഷമേ നമുക്കറിയത്തുള്ളൂ നാളെ അത് സംഭവിച്ചത്. ഇനിയിപ്പോ ദൈവത്തിന്റെ ദൂതോ പ്രവാചനോ എന്ത് പറഞ്ഞാലും നമുക്ക് അതിന്റെ ഏതെങ്കിലും ഒരു അംശമാണ് വെളിപ്പെടുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു ദൂത് പറഞ്ഞാലും നാളുകളിൽ 6 മാസം സംഭവിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ, 1-2 കാര്യത്തിൽ ഒരു പോയിന്റേ പറയാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ടേ നമുക്കും അറിയത്തുള്ളൂ എന്താ ചെയ്യുന്നേ, സംഭവിക്കുന്നേ. പക്ഷെ ആരാ നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം ആരംഭത്തിൽ തന്നെ അവസാനം. എന്ന ഗ്രേറ്റ് ഗോഡിനെ നമ്മൾ സേവ് ചെയ്യുന്നേ. ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്ന, നാളുകളിൽ നമ്മളെ കുറിച്ച് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ദൈവത്തിന് അറിയാന്ന്. നാം ആരാധിക്കുന്ന ദൈവത്തിന് നന്നാ അറിയാന്ന്. മേലാൽ സംഭവിക്കാനിരിക്കുന്നതും പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന ഞാൻ, ഈ ദൈവത്തിന്റെ പ്രത്യേകത, അവന്റെ ആലോചന അവൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. അവനൊരു താല്പര്യം ഉണ്ടെങ്കിൽ, അവനൊരു ആലോചന ഉണ്ടെങ്കിൽ അത് നിവർത്തിച്ചിരിക്കും. നമ്മുടെ ഒരു ആഗ്രഹം നാളെ നിവർത്തിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പുണ്ടോ? ആർക്കും ഉറപ്പില്ല. പക്ഷെ ദൈവം പറയാ, ഞാൻ ആലോചിച്ചാലും നടത്തിയിരിക്കും. എനിക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചിരിക്കും. കാരണം ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്ന മഹാദൈവം. അപ്പൊ നമ്മുടെ ഇനിയുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ആ ദൈവത്തെ നമ്മൾ സേവിക്കും. ആ ദൈവമാണ് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ ആദ്യം കേട്ടതല്ല, അവന്റെ അവസാനം നിങ്ങൾ അവനെ കുറിച്ച് കേട്ടത്. ഒന്ന് ശ്രദ്ധിച്ചേ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം ഒന്നെടുത്തേ. യോബിനെ കുറിച്ച് പറയുന്നുണ്ട്. യോബ് 1:1 എടുത്തേ. യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ. പഴയ നിയമത്തിൽ, ഇനി പഴയ നിയമത്തിലേക്ക്. ജോബ് 1:1. ഊസ് ദേശത്തെ ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഒരു മനുഷ്യനെ കുറിച്ച് പറയാം. യോബിന്റെ പുസ്തകം ഇവിടെ പറയുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പിതാവായ അബ്രാമിന്റെ ആ ഉൽപ്പത്തി ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായിട്ട് കൂട്ടിയാൽ മതി. ആ കാലഘട്ടം, അബ്രാം പിതാവിന്റെ ആ ഒരു കാലഘട്ടം നോക്കിയാൽ മതി. ആ മനുഷ്യൻ നിഷ്കളങ്കനായി, നീതിമാനായി, ദൈവഭക്തനായി, ദോഷം വിട്ടകന്നവനായി ജീവിച്ചു. അപ്പൊ എങ്ങനെ ജീവിച്ചു? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകന്ന് ജീവിക്കുന്ന മനുഷ്യൻ. ഒറ്റ വാക്കി പറഞ്ഞ നീതിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. യോബിന്റെ പുസ്തകത്തിലും യാക്കോബ് അപ്പോസ്തലൻ മാത്രമല്ല പറഞ്ഞത്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു വചനമുണ്ട്. പ്രവചനത്തിൽ യെസക്കേലിൽ പറഞ്ഞിട്ടുണ്ട്. യെസക്കേൽ 14:14, 14:20 ഒന്ന് ശ്രദ്ധിച്ചേ. യെസക്കേൽ 14:14, യെസക്കേൽ 14:20. സാധാരണ നമ്മള് യോബിനെ കുറിച്ച് ഇവിടെയും പറഞ്ഞ മാത്രം നമ്മൾ കേട്ടുള്ളൂ. യെസക്കേൽ 14:14 ഒന്ന് വായിച്ചു, അത് മാത്രം വായിച്ചാലും മതി. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. അവർ ജീവിച്ച നീതിയാൽ സ്വന്തം ജീവനെ രക്ഷിച്ച
സ്വന്തം ജീവനെ മതി. മാത്രം നോക്കിക്കേ, നോഹ, ദാനിയേൽ, യോബ്, ആ തലമുറയിൽ ഭൂരിപക്ഷം മ്ലേച്ഛത ജീവിച്ചപ്പോൾ നോഹ ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. എല്ലാരും മറ്റു വരിയിൽ പോയപ്പോൾ ദാനിയേൽ ഉറച്ചു നിന്നു. ഇവിടെ യോബ് ഭക്തനായി, നിഷ്കളങ്കനായി, നീതിമാൻ. അപ്പൊ പ്രവചന പുസ്തകത്തിൽ എസെക്കിയേലും പറയുന്നു നോഹയും ദാനിയേലും യോബും. അതിന് 20 അത് തന്നെ പറയുന്നത്, നീതിയോടെ ജീവിച്ചൊരു മനുഷ്യൻ. അപ്പൊ അത്ര സാക്ഷ്യത്തോടെ ജീവിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോ ഇതിന്റെ സ്റ്റോറി ശ്രദ്ധിച്ചോ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. അത് യോബ് 1:7-8 വായിച്ചേ. അതൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കി നമ്മൾ ആ സ്പിരിച്വൽ മെസ്സേജിലേക്ക് കയറാൻ പോവാം. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചത്. അതിന്റെ 6 ഒന്ന് വായിച്ചാൽ 6-7 വായിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് 6-7. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് സാത്താൻ വന്ന് നിൽക്കുന്നപ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടുന്ന് വരുന്നടാ? സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിനെവിടെങ്കിലും കയറണം, ആരെങ്കിലും അറക്കണം, ആരെങ്കിലും മുടുക്കണം, ആരെങ്കിലും നശിപ്പിക്കണം, ആരെയും ദൈവത്തിൽ നിന്ന് അകറ്റണം, ഈ പരിപാടിയായിട്ട് ഞാൻ എവിടുന്ന് വരുന്നു? ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിക്കും. എവിടെ ഗ്യാപ്പ് കിട്ടുന്നു, എവിടെ കയറാം, എവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം, ഇതാണ് ഇവന്റെ പരിപാടി. അടുത്ത യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി. അവൻ വരുന്ന വരം കണ്ടപ്പോഴേ ചോദിച്ചു, നീ ഊടാടി സഞ്ചരിക്കുന്നൊക്കെ ശരിയാ, നിന്റെ പരിപാടിയാ, പക്ഷേ നീ എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ. അപ്പം ഒരു ഇരുട്ടിന്റെ ശക്തി ദൃഷ്ടി വെച്ചോ എന്ന് ചോദിച്ചപ്പോ ദൈവത്തിന് മനസ്സിലായി, എടാ നീ അവനെ എന്ത് ചെയ്തോ? ദൃഷ്ടി വെച്ചോ. അതിന്റെ അകത്ത് വേറൊരു ദൂതുണ്ട്. നിന്നെ ഹല്ലേലൂയ ഇരുട്ടിന്റെ ശക്തികൾ ദൃഷ്ടി വെച്ചാൽ അത് അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോ ദൃഷ്ടി വെച്ചോ ഇല്ലെന്ന് നമുക്കറിയത്തില്ലല്ലോ, അറിയുന്നൊരു മഹാദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളിച്ചെയ്തു. നീ എന്തിനാണ് ദൃഷ്ടി വെച്ചേ? നിഷ്കളങ്കയോടെ ദൈവഭക്തിയോടെ ജീവിക്കുന്നവനാ. അവനെ തൊടാൻ നിനക്ക് എന്തില്ല? അവകാശമില്ല. നീ എന്തിനാ അവനെ നോക്കുന്നേ? പുതിയ നിയമത്തിൽ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്. 1 പത്രോസ് 5:8, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. ഇതിന് ഒരു കാര്യം, നമ്മൾ അലേർട്ടായിരിക്കുക. ഇരുട്ടിൻ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്കാണ് ജയം, പക്ഷെ നമ്മൾ അവന് ഇരിക്കാൻ, അവന് കേറാൻ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കരുത്? അവസരം കൊടുക്കരുത്. അവൻ ഊടാടി സഞ്ചരിച്ചോട്ടെ, നമുക്ക് വിഷയമല്ല, അവൻ എന്തോ ചെയ്യട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉറക്കെ പറ, അവസരം കൊടുക്കരുത്. അപ്പൊ കേറി വന്നപ്പോ ദൈവം ചോദിക്കുന്നു, നീ യോബിന് മേൽ ദൃഷ്ടി വെച്ചോ? ഇത് നമുക്കൊരു ലെസണും കൂടെ ഉണ്ട്. അപ്പം ഊടാടി സഞ്ചരിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലത്തിൽ ദൃഷ്ടി വെക്കുമ്പോ നമ്മൾ അതിനെ, അതാ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ ഓടി. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കാതിരുന്നാ മതി. ഓക്കെ, അതല്ല ഇന്നത്തെ ദൂതിത. അവൻ സാത്താൻ ചോദിക്കുന്നുണ്ട്, ചുമ്മാതാണോ ദൈവത്തെ സേവിക്കുന്നവൻ? നിന്നെ സേവിക്കാൻ കാരണം നീ സ്വത്തെല്ലാം കൊടുത്തിട്ടുണ്ട്, പിന്നെ അവന് ചുറ്റുമുള്ള എല്ലാം നീ എന്ത് ചെയ്തിട്ടുണ്ട്? വേലി കെട്ടി സംഭരിച്ചിട്ടുണ്ട്. പിന്നെ ആരാ ദൈവത്തെ വിളിക്കാത്ത? ഒരു കുഴപ്പമില്ല. നീ എല്ലാ നന്മയും കൊടുത്ത്, എല്ലാം വേലി കെട്ടി പരിപാലിച്ചു, എനിക്ക് പോലും കയറാൻ പറ്റാതെ കയറ്റി നിർത്തിയപ്പോ പിന്നെ അവൻ ദൈവത്തെ സേവിക്കാതിരിക്കും. അടുത്തൊരു ദൂതുണ്ട്, എന്റെ ദൈവം വേലി കെട്ടി പരിപാലിച്ചാൽ ഒരു ഇരുട്ടിന്റെ മണ്ഡലങ്ങൾക്ക് നിന്നെ തൊടാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതകത്തൊരു ഉറപ്പുണ്ട്. ഉറപ്പ് കയറട്ടെ, എന്നെ പരിപാലിക്കുന്ന എന്റെ മഹാദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മയങ്ങുമ്പോഴും നീ ഉറങ്ങുമ്പോഴും നിന്റെ ഹല്ലേലൂയ, ഈവൻ പ്രാർത്ഥിക്കാതിരുന്ന സമയത്ത് പോലും തന്റെ ദൂതന്മാരെ അയച്ച് നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നെ ബലപ്പെടുത്തി നിന്റെ ജീവിതത്തെ നിർത്തിയ ഒരു ദൈവത്തെ സേവിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒന്ന് ശ്രദ്ധിച്ചേ, നീ വേലി ഒന്ന് പൊളിച്ചു നോക്ക്. എനിക്ക് ഇവനെ ഒന്ന് തൊടാൻ ഒരു അനുവാദം എനിക്കിതാ. ഇവൻ നിന്നെ തള്ളി പറയും, കർത്താവിനെ തള്ളി പറയും. അപ്പൊ ദൈവം പറഞ്ഞു, അതിന്റെ പേരിലൊന്നും ഇവൻ എന്ത് ചെയ്തില്ല. യോബിന്റെ ദൈവഭക്തി കാര്യസാധ്യത്തിന്റെ ഭക്തിയല്ല, റിയൽ ദൈവത്തോടുള്ള സ്നേഹം. കർത്താവിന് നന്നാ അറിയാം, അവന്റെ സ്വത്ത് നഷ്ടപ്പെട്ടാൽ എന്തൊക്കെ പോയാലും അവൻ ദൈവസന്നിധിയിൽ നിന്ന് പോകത്തില്ല. ദൈവം പറഞ്ഞു, ഞാൻ വേലി പൊളിച്ചു തരാം, നീ വേണ്ട പോലെ ചെയ്യും. അവന്റെ ജീവനെ മാത്രം തുടരുത്, ലൈഫിനെ എന്ത് ചെയ്യരുത്, മരണത്തെ ജീവനെ എടുക്കാൻ ഞാൻ അനുവാദം തരത്തില്ല. ബാക്കി അവന്റെ ലൈഫിൽ നിനക്ക് എന്തൊക്കെ ചെയ്യാമോ നീ മൊത്തം ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ദൈവം വേലി പൊളിച്ചപ്പോ സാത്താന്റെ പ്രവൃത്തി അറുക്കുകയും മുടിക്കുകയും ചെയ്യുന്നവൻ അതിന്റെ പ്രവൃത്തി ചെയ്യും. ഇവരൊറ്റ കാര്യമുള്ളൂ, എങ്ങനെയും ദൈവത്തെ തള്ളി പറഞ്ഞ് യോബ് മാറണം, സാത്താൻ ജയിക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. അല്ല നമ്മുടെ സ്വത്ത് കുറഞ്ഞോ പിടിച്ചോ അതൊന്നും അല്ല അവിടെ വിഷയം. ഈ സാത്താൻ ജയിക്കണം, തള്ളിപ്പറ ദൈവത്തിന് മാറി നിൽക്കണം. ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കും. ആ സംഭവം ഞാൻ ചുരുക്കി പറയാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ താരോട്ട് നമ്മൾ വായിക്കുമ്പോൾ യോബിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും എല്ലാം മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും വിരുന്നിന്റെ സമയമാണ്. അതിന്റെ 14 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊരു വാർത്ത നമ്മൾ കേൾക്കും. ഒരിക്കൽ യോബിന്റെ അടുത്ത് ഒരാൾ വന്ന് പറയാണ്, നമ്മുടെ കാളകളും പെൺകരുതകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ശത്രു വന്ന് പിടിച്ചോണ്ട് പോയി. ഇനി 16 ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തം വന്ന് പറയാണ്, ഒരു തീ ആകാശത്ത് വീണ് നമ്മുടെ ആടുകളും വേലക്കാരും ഇരയായി. ശ്രദ്ധിച്ചേ, സാത്താന്റെ പ്രവർത്തനം തുടങ്ങി. പെട്ടെന്ന് വാർത്ത കേൾക്കുന്നു, ശത്രു വരുന്നു, ചിലതൊക്കെ നമ്മുടെ എന്ത് ചെയ്യുന്നു, പിടിച്ചോണ്ട് പോകും. ഒരു തീ വരുന്നു ആകാശത്തുനിന്ന്, നമ്മുടെ ആടും പെൺകരുതുകൾ എന്ത് ചെയ്യുന്നു, കത്തി നശിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ 17 വായിക്കുമ്പോൾ കാണാം, അടുത്ത ആള് പറയുന്നു, പെട്ടെന്ന് കൽദേർ കൂട്ടമായി വന്ന് നമ്മുടെ ആരെ പിടിച്ചോണ്ട് പോയി, ഒട്ടകങ്ങളെയും വേലക്കാരെയും. അപ്പൊ ആടും കഴുതകളും ഇപ്പൊ ആരെയും കൊണ്ടുപോയി, ഒട്ടകത്തെയും കൊണ്ടുപോയി. ഞാൻ മാത്രം ശേഷിക്കുന്നു. ഈ വിവരം അറിയിക്കാൻ ഞാൻ ഓടി വന്നതാ. അവിടെ തീ വന്ന് കുറച്ചു പോയി, ഇവിടെ നമ്മുടെ കുറച്ച് ശത്രു വന്ന്, ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, നമ്മളെല്ലാം മേഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂട്ടി വരുമായിരുന്നു. ഇപ്പൊ അതും എടുത്തോണ്ട് പോയി. ഇപ്പൊ ഒട്ടകവും പോയി. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഏതു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം, സ്വത്തിന്റെ വിഷയം നമുക്ക് വിഷയം. നാളെ അയാൾ അധ്വാനിച്ച് സാമ്പത്തികം ഉണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാക്കാവുന്നൊരു ധൈര്യമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അടുത്തത് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്തൊരു അനുഭവം, അതിന്റെ 19 പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ച് അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോകുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ വന്ന് പറഞ്ഞു, ഞാൻ മാത്രം വഴുതി രക്ഷപ്പെട്ടെങ്കിൽ വന്നു. നിന്റെ മക്കളെല്ലാം മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ ഇരിക്കുമല്ലായിരുന്നോ? അതിശക്തമായ ഒരു കാറ്റടിച്ചു, വീട് നിലത്ത് വീണു, സകലതും മരിച്ചു. ആലോചിച്ച് നോക്കിയേ, ഒരു കുഴപ്പമില്ലാതെ നിന്നതാ, ദൈവം ഒന്ന് വേലി പൊളിച്ചു കൊടുത്തതാ. ഇപ്പൊ യോബിനെ കുറിച്ച് കേൾക്കുന്നത്, അവന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. അടുത്ത് അവന്റെ തലമുറ മുഴുവൻ എന്ത് ചെയ്തു, അത് ഒന്നിന്റെ പിന്നാലെ നെഗറ്റീവ് മാത്രം കേൾക്കും. ഇതിന്റെ അകത്തൊരു പ്രത്യാശയുടെ ദൂതുണ്ട്. നീ ജനിച്ച കേട്ട നാള് മുതൽ, നിന്റെ അനുഭവിച്ച നാള് മുതൽ നീ നെഗറ്റീവ് മാത്രമേ കേട്ടുള്ളെങ്കിലും, നെഗറ്റീവ് മാത്രമേ കണ്ടുണ്ടെങ്കിലും, ഇന്നൊരു പ്രത്യാശയുടെ ദൂത് പറയാം. നിമിഷം നേരം മതി ദൈവത്തിന് അതിനെ ടേൺ അറൗണ്ട് ആക്കാൻ. പാസ്റ്ററെ, ഞാൻ എന്നും അങ്ങനെ തന്നെ, എന്റെ ജീവിതത്തിൽ എന്നും നെഗറ്റീവാ കാണുന്നത്. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇതൊക്കെയാ കാണുന്നത്. യെസ്, അത് പറയാനല്ല ദൈവം വിളിച്ചത്. നീ സേവിക്കുന്ന ദൈവം ആരാന്നറിയാമോ? അതിനെ തിരിക്കുന്ന ദൈവം. എന്തോ ഇത് പറയുമ്പോൾ ആരോടോ ശക്തമായി പറയുന്നു, നീ ജനിച്ചു വളർന്ന നാള് മുതൽ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് മാറ്റി നിനക്കൊരു ശുഭത തരാ. ആരോടാ ദൈവം ആഴത്തിൽ സംസാരിക്കുകയാണ്. നിന്നെ കണ്ടത് കേട്ടതല്ല,
ദൈവം വെച്ച ഒരു ഔട്ട്കം ഉണ്ട്. ദൈവം വെച്ചതിലേക്ക് ദൈവം നിന്നെ നയിക്കും. വൈകി ബാലി ഹന്ദി ജാലി ഹത്ത സേദെ തേരെ തേരെ ഛേബദാല ഹന്ദ റംദ അത്തദാര ദിത്തദാര ഷദാര ഹത്തദാര ഉറബ. ആരോട് ആഴത്തിൽ ദൈവം ഇടപെടുക. കുറച്ചും നാളായി നീ ഒന്നിന്റെ പിന്നാലെ ചില നെഗറ്റീവുകൾ കേട്ട് മനസ്സ് തളർന്ന നിന്നെ നോക്കി ദൈവാത്മാവ് ഇന്ന് പകൽ പ്രവചിക്കുന്നു. യെസ്, അവിടെ ഒരു ഷിഫ്റ്റ് നടത്താം, അവിടെ ഒരു ടേൺ അറൗണ്ട് നടത്താം. എന്റെ ദൈവം വിശ്വസ്തനാണ്. ഈ 11-ാം മാസം ദൈവം ആത്മാവിന്റെ ദൂത് പറയുന്നു, എവിടോ ചില ചലനങ്ങൾക്ക് സമയമായി. അതിനാ ദൈവം നിന്നെ ഈ സംഭവം കേൾപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരു ചലനത്തിന് സമയമായി. അതിനായി ദൂത് ദൈവം കേൾപ്പിക്കുന്നേ. പ്രാപിച്ചോ. ശാന്തി കേൾക്കെ കേൾക്കി. ഇത് പറയുമ്പോൾ ഒരു ആത്മസാന്നിധ്യം ചില ജീവിതത്തിൽ വന്നു വീഴുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ കരമടിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ മഹത്വം ഇറങ്ങി വീഴുന്നു. Power of God, power of God. ഒരു ടേണിങ്ങിന് സമയമായി, ഒരു ശുഭതയ്ക്ക് സമയമായി. എന്തോ ദൈവം അവിടെ തന്നെ നിൽക്കാൻ ദൈവം പറയുന്നു. ഏതോ ഇന്ന് പകൽ നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ഈ ശബ്ദം കേൾപ്പിക്കാനാ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാപിച്ചോ. നിങ്ങൾ തന്നെ ആരാധിച്ചു പ്രാർത്ഥിച്ചു. നിങ്ങൾ തന്നെ ആരാധിച്ച് ദൂതിനെ ഏറ്റെടുത്തോ. ഇത് വെറുതെ അല്ല ഇന്ന് പകൽ ഇവിടെ കൊണ്ടുവന്നത്. എന്തോ സമയമായി. ഇതുവരെ കേട്ട പരാജയങ്ങൾ, ഇതുവരെ കണ്ട നെഗറ്റീവുകൾ, അത് തിരിയാൻ സമയമായി. ഒരു ദൈവത്തെ നീ സേവിക്കുന്നത്, ഒരു ശുഭാന്ത്യം വരുത്തുന്ന, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ഒരു ഗ്രേറ്റ് ഗോഡ്, ഒരു മഹാദൈവം. ഈ ഫെൻഡ്രോ മുതൽ ഒരു ടേൺ അറൗണ്ട് വെളിപ്പെടാൻ പോവുക. ഒരു ടേൺ അറൗണ്ട് വെളിപ്പെടാൻ പോവുക. പ്രാപിച്ചോ. ടേൺ അറൗണ്ട്, ടേൺ അറൗണ്ട്, ടേൺ അറൗണ്ട്, ടേൺ അറൗണ്ട്. Oh, Rabbi Bali Bali Balio, Rabbi Bele Aribalio, Shiva la Balabo, Rabbi Baba, Levi Baba 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 Baba, Shuda la Baba Baba Baba, Riva la Baba 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 Baba, Shiva la Baba 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 Baba, Rabo Ro to to, Rali Kaliare Raleya. Re le 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 ala la ba 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 le 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 ya tara la ba 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 shi la 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 ba 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 യേശുവേ പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കട്ടെ. തന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു. ഇനി ശ്രദ്ധിച്ചേ, യോബ് എന്താ ചെയ്തെന്നറിയാം. 1:20 മുതൽ 22 വരെ വായിക്കുമ്പോൾ യോബ് ഇത് കേട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, വസ്ത്രം കീറി, തല ചരിച്ച് സാഷ്ടാംഗം വീണ്ടും നമസ്കരിച്ചു. എന്നിട്ടൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. 21 ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങി പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. 22 ഇതിലൊന്നിലും ഇയ്യോബ് പാപം
പാപം ചെയ്യോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഓ, ഇത്രയൊക്കെ വന്നിട്ട് മനസ്സ് തകർന്നു, വസ്ത്രം കീറി, എട്ടൊടുത്തു. പക്ഷെ ഒരു കാര്യം, ഒന്നുമില്ലാതെ ഞാൻ വന്നേ, ദൈവം എല്ലാം തന്നു, ഇപ്പം ദൈവം എല്ലാം എടുത്തു. അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതൊന്നിലും ഇയ്യോബ് പാപം ചെയ്യാതെ, ദൈവത്തിന് ദോഷത്വം പറയാതെ, ദൈവത്തിന് മഹത്വം കയറ്റി. ഇത്രയൊക്കെ വന്നിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രശ്നം വന്നപ്പോ ദൈവത്തിന് എന്ത് ചെയ്തു? മഹത്വം കയറ്റി. ഇനി ഇതുകൊണ്ട് തീർന്നില്ല. ഇനി ശ്രദ്ധിച്ചേ, ഇതിനപ്പുറത്തൊരു ഘട്ടം വെളിപ്പെടുക. പിശാച് വിട്ടില്ല. ഇത്രയും തള്ളി പറയാതിരുന്നപ്പോ പിശാച് വീണ്ടും ദൈവത്തിന്റെ സന്നിധി എന്നോട് പറയാ, ചിലത് കണ്ട അവന് പിടുത്തോ. ഈ ഓവർ വാശി കയറുമ്പോ മനസ്സിലാക്കണം, നമ്മളെല്ലാം വല്ലാത്ത വാശി കയറുമ്പോ മനസ്സിലാക്കണം, അവൻ നമ്മളെ കയറി സ്വാധീനപ്പെടും. അപ്പനെ വിട്ടോണം. ഇത് ഇവന് വാശിയാ. അത്രയും തള്ളി പറഞ്ഞില്ലോ, എന്നാ ഞാൻ തള്ളി പറയിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നമ്മുടെ ദൈവത്തിന് ഈ ഓവർ വാശിയും കൊണ്ട് കയറുമ്പോഴേ നമ്മൾ അപ്പനെ മനസ്സിലായിക്കോണം, ഇത് അട്രൂ സ്പിരിറ്റിലേക്കല്ല പോകുന്നതെന്ന് മനസ്സിലായിക്കോണം. ഓവർ വാശി, തള്ളി പറഞ്ഞ് ഇത്രയൊക്കെ തള്ളി പറഞ്ഞിട്ടുള്ള കാര്യം. എന്നിട്ട് വീണ്ടും അനുവാദം ചോദിക്കുന്നു. ശരീരത്തെ തൊടലെന്നല്ലേ പറഞ്ഞേ? എനിക്ക് അവന്റെ ശരീരത്തെ തൊടാൻ അനുവാദം വേണം. അവന്റെ ശരീരത്തിന് എന്തെങ്കിലും ഒന്ന് വന്ന് നോക്കണം, അവൻ തള്ളി പറയും. ഇതിപ്പം സമ്പത്ത് പോയതുകൊണ്ടും അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവന്റെ മുമ്പിലുള്ളതെല്ലാം പോയുള്ളൂ, അവന് കുഴപ്പം പറ്റിയില്ലല്ലോ. അവന്റെ ശരീരത്തെ തൊടാൻ അനുവാദം. അപ്പൊ ശരീരത്തെ തൊടാൻ, ജീവനെ എടുക്കരുത്, ശരീരത്തെ തൊടാൻ അനുവാദം കൊടുത്തു. വീണ്ടും 2-ാം അധ്യായം നോക്കുമ്പോൾ ശരീരത്തെ തൊടാൻ. സംഭവം എന്തോന്നറിയാമോ? യോബിന്റെ ഉള്ളങ്കാല് പോലും നിറയെ വരെ പരിക്കൾ അങ്ങ് ബാധിച്ചു. ഉള്ളങ്കാലം എന്ന് പറയാൻ നോക്ക്, ഈ ഉള്ളങ്കാല് മുതൽ ഇവിടം വരെ പരിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഞാൻ ബുധനാഴ്ച ഒന്ന് വിഷ്വലായിട്ടൊന്ന് കാണണം. അപ്പൊ ദൈവപ്രവൃത്തിയുടെ മഹത്വവും ആഴവും മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒന്ന് ചോർച്ചോ, നമുക്ക് എന്ത് ബുദ്ധിമുട്ടാ, കൈയുടെ ഒരു ഭാഗമോ കാലിന്റെ ഭാഗമോ മുഖത്തോ കാലിന് എന്തെങ്കിലും വന്നാൽ നമ്മൾ തന്നെ അങ്ങ് അസ്വസ്ഥപ്പെടും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൊറിയും. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും. എന്തെങ്കിലും ഒരു ചൊറിച്ചോ സ്കിൻ അലർജിയോ എന്തെങ്കിലും നമുക്ക് വന്നാൽ, ഇത് ആലോചിച്ച് നോക്ക്, കാൽപാദം മുതൽ തല വരെ മൊത്തം പഴുകി, എവിടെ നിന്നിട്ട് ചൊറിയും? ഇവിടെ ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ വേദന. 2 കൈയല്ലേ ഉള്ളൂ, ബാക്കി എന്ത് ചെയ്യും? തട്ട് വായിക്കുമ്പോൾ ഒരു വോട്ടിംഗ് കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ടിരുന്ന ചാരത്തിൽ. നിങ്ങളൊന്ന് അതിന്റെ റിയൽ അനുഭവം അതുപോലെ ലൈഫിൽ എന്ത് ചെയ്തു? ഞാൻ ഇത് ദൂതെന്തിനാ പറഞ്ഞതറിയാം? യോബ് അങ്ങനെ സഹിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ നിന്നവനെ ടേണാക്കിയ ഒരു ദൈവം ഉണ്ടെന്ന് പറയാനാണ് പറയുന്നത്. അതെന്തൊരു ദൂത്. ഇത്രയും പരിക്കോ, ഇത്രയും വന്നപ്പോ ഭാര്യ പറഞ്ഞു, മനുഷ്യ, ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് ഇപ്പഴും പിടിച്ചോണ്ടിരിക്കുകയാണോ? പോയി ചത്തൂടെ എന്ന് ചോദിച്ചു. ആര്? വേദനയെ കൂടെ നിൽക്കണ്ട വേണ്ടപ്പെട്ട ആള്. അപ്പൊ ആലോചിച്ച് നോക്ക്, മക്കള് പോയി, സമ്പത്ത് പോയി, ആരോഗ്യം നഷ്ടപ്പെട്ടു, കൂടെ നിൽക്കേണ്ട കൂട്ടാളിയും എന്ത് ചെയ്തു? ഇതിനപ്പുറത്തിന് ഉലകത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാനില്ല, അനുഭവിക്കാൻ. എല്ലാ ഏരിയയും കൂടെ ഒന്നിച്ചങ്ങടിച്ചു, ഒന്നിച്ചൊരു പ്രശ്നം. ലോകത്തിന്റെ കണ്ണിൽ പിടിച്ചു നിൽക്കാൻ, ആശ്വാസം കൊള്ളാൻ, ബലപ്പെടാൻ ഇനി ഒന്നുമില്ല. ഉണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബലപ്പെടാനുണ്ടോ? ഭാര്യയില്ലെങ്കിൽ മക്കളുണ്ട്, മക്കളുണ്ടെങ്കിൽ ഭാര്യയുണ്ട്, എന്തെങ്കിലും ഭർത്താവുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ല, ഒന്നുമില്ല. പോട്ടെ, ഞാൻ എന്റെ സമ്പത്തുണ്ട്, ഞാൻ ഇന്ന് ആർത്തങ്ങ് ജീവിക്കാം, അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. ഒരു വിധത്തിൽ ഒരാശ്വാസം കൈക്കൊള്ളാൻ 1 ഇഞ്ച് അനുഭവം ജീവിതത്തിൽ. പക്ഷെ ഇത്രയും പറഞ്ഞപ്പോൾ അവിടെ യോബ് 2:10 ആ ഭാര്യയെ നോക്കി അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നീ എന്തോ ഇപ്പൊ സംസാരിക്കുന്നേ? പൊട്ടി സംസാരിക്കുന്നു. നീ ഇപ്പം പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. എന്താ പറഞ്ഞ? നാം ദൈവത്തിന്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഓക്കേ, ഇത്രയും നാള് നന്മ കിട്ടിയില്ലേ? ഇപ്പൊ ഇങ്ങനെ ഒന്ന് വന്നു, എന്നിട്ടും യോബ് ഇതിൽ ഒന്നും എന്ത് ചെയ്തില്ല? ആദരം കൊണ്ട് എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. സംഭവിച്ചോട്ടെ ചിലത്, പക്ഷെ നമ്മുടെ ആദരത്തിൽ നിന്ന് അത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണ്ട, ആക്കണ്ട. വിശ്വാസത്തിന്റെ വാക്ക് പറ, വിശ്വാസത്തോടെ പറ. യെസ്, വന്നു, എനിക്ക് സംഭവിച്ചു. ദൈവപ്രവൃത്തികൾ
താഴോട്ട് വായിക്കും. പിന്നീടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോ പിന്നീട് അതിലും വലിയ സംഭവം. സുഹൃത്തുക്കൾ വന്ന്, സാധാരണ നമ്മൾ സുഹൃത്തുക്കൾ ഒരേക്ക് ആശ്വസിക്കും. ഈ സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ വന്ന സുഹൃത്തുക്കളാണ്. 2-3 സുഹൃത്തുക്കൾ വന്ന് ആശ്വാസം പറയാൻ വന്നവര് വന്ന് പതുക്കെ അവരുടെ ടോൺ അങ്ങ് മാറാൻ തുടങ്ങി. എന്തോ നീ ദൈവത്തിൽ നിന്ന് എന്തോ കുഴപ്പക്കേട് കാണിച്ചോണ്ടാ നിനക്കിത് വന്നേ, അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയിൽ ദൈവത്തെ സേവിച്ചാൽ നന്നായിട്ട് ദൈവം എല്ലാം ചെയ്യുമല്ലോ, ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞ് കൂടെ വന്ന സുഹൃത്തുക്കൾ എന്ത് ചെയ്തു? കുത്തുവാക്ക് പറയാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? ഒരു വിധത്തിലും ആശ്വാസം കൊള്ളാനില്ല. ഇനി കുടുംബക്കാര് പോട്ടെ, സാധാരണ അങ്ങനല്ലോ. ഇനി കുടുംബക്കാർ ഒരാളെ തള്ളിയാലും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരോട് ചേർത്ത് അങ്ങനെ നിർത്തുന്നുണ്ടല്ലോ. ഇത് അതുമില്ല, അവരും വന്ന് കുത്തുവാക്ക് പറയുന്നവരും. ഇതാ ഇത്രയൊക്കെ കേട്ടൊരു മനുഷ്യന്റെ ജീവിതത്തെ തിരിച്ചൊരു ദൈവം ഉണ്ടെന്നാ ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുന്നേ. ഇതൊക്കെ സംഭവിച്ചപ്പോഴും ഹല്ലേലൂയ വചനം യോബ് വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്, അന്യനല്ല സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എനിക്ക് പരിക്കൾ വന്ന് ഞാൻ മരിച്ചാലും എനിക്ക് എന്ത് സംഭവിച്ചാലും അങ്ങ് നിത്യത ചെന്നാലും എൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണും, കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഇന്ന് പകൽ യോബ് ഒരു കാര്യം പറയുന്നു, എൻ്റെ സ്വത്ത് പോയപ്പോഴും എൻ്റെ ശരീരത്തിൽ രോഗം വന്നപ്പോഴോ പലരും എന്നെ തള്ളിപ്പറഞ്ഞപ്പോഴോ എൻ്റെ ജീവിക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളോടൊരു ദൂത് പറയാ, നിന്റെ മുമ്പിൽ എന്തൊക്കെ സംഭവിക്കരുത്, പക്ഷെ നിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്നു. അവൻ ഇന്നും വീണ്ടെടുപ്പുകാരനാ. അനുഭവത്തിൽ നിന്നും നിന്നെ വീണ്ടും വീണ്ടെടുക്കും, നിന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ, നിന്നെ വീണ്ടെടുപ്പാൻ ദൈവം വിശ്വസ്തൻ. ഇനി ശ്രദ്ധിച്ചേ, യോബിന്റെ ജീവിതം മുന്നോട്ട് പോയി. ഒരു പ്രത്യേക സമയം 42-ാം അധ്യായത്തിലേക്ക് വന്നു. 42-ാം അധ്യായം വന്നപ്പോ യോബിനൊരു കാര്യം മനസ്സിലായി, കുറച്ചും കൂടെ ദൈവത്തെ ഒന്ന് മനസ്സിലായി. ആ 1-2 വാക്യം ഒന്ന് വായിച്ചേ. 42-ന്റെ 2 അതിന്റെ 5 വായിച്ചേ. 42-ന്റെ 2-ഉം 5. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവമേ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് സകലതും അറിയുന്നു, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല, നീ വിചാരിച്ചാൽ അത് നടന്നിരിക്കും. 5-ഉം 6-ഉം. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ശ്രദ്ധിച്ചേ, ഇപ്പോ നിന്നെ കുറിച്ച് ഞാൻ നേരത്തെ എന്ത് ചെയ്തുള്ളൂ? ഒരു കേൾവി മാത്രം. ഇപ്പൊ ഞാൻ എന്റെ ദൈവത്തെ കണ്ണാൽ നിന്നെ കാണും. ചില ട്രയൽസ് കൂടെ കടന്നു പോകുമ്പോ ഞാൻ ഒരു കാര്യം ഉറപ്പുവരാം, നീ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ എക്സ്പീരിയൻസ് അതല്ലേ. കുറച്ചുകൂടെ സഹിഷ്ണുത, കുറച്ചുകൂടെ ദൈവകൃപ, കുറച്ചുകൂടെ എടുക്കാൻ, കുറച്ചുകൂടെ പ്രാർത്ഥിപ്പാൻ, കുറച്ചുകൂടെ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് ആ സാഹചര്യം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചുകൂടെ കണ്ടെന്റെ ദൈവമേ, ഇത് യോബ് എന്തെങ്കിലും കുഴപ്പക്കേട് കാണിച്ചുകൊണ്ട് വന്നതല്ല, ഇത് വേറൊരു കാര്യം ദൈവം തെളിയിക്കാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ അതിന്റെ മധ്യത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇനിയാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് ഇത്രയും ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി. ഇനിയുള്ള പ്രധാനപ്പെട്ട ചില ദൂതിലേക്ക് കയറാൻ പോകും. ദൈവം തന്ന ഒരു പ്രോഫറ്റിക്കൽ മെസ്സേജിലേക്ക് കയറാം. ഇനി 7-ാം വാക്യം എന്ന് വെച്ചാൽ 6-7 വെച്ചാൽ യോബ് മനസ്സിലായി, ഒന്നുകൂടെ ദൈവത്തെ മനസ്സിലായി, സമർപ്പിക്കുന്നു. 6-7 വേഗത്തിൽ. ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഒന്ന് റിപ്പന്റൻസ് ഉണ്ട്, തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യുന്ന, വീണ്ടും സമർപ്പിക്കുന്ന അനുഭവം ജീവിതത്തിലുണ്ടായി. അടുത്ത 7-ാം വാക്യം. ഇത് കഴിഞ്ഞപ്പോൾ ദൈവപ്രവൃത്തി. ഇനി 7-ാം വാക്യം തൊട്ടാണ് ദൈവം ചലിക്കാൻ തുടങ്ങുന്നത്. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളിച്ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോടും അരുളിച്ചെയ്തത്. ദൈവം ഇത്രയൊക്കെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഇവനെ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് ഇവനെ കുത്തുവാക്ക് പറഞ്ഞ കൂട്ടുകാരുണ്ടായിരുന്നു, സ്നേഹിതരുണ്ടായിരുന്നു. അവർ അവിടത്തേക്ക് ദൈവം ഇറങ്ങാൻ തുടങ്ങി. ഇനി ശ്രദ്ധിച്ചോണം, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും, നിന്നോട് മാത്രമല്ല നിന്റെ കൂടെ വന്ന 2 ഉണ്ടല്ലോ, എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. ദൈവം ഇടപെടാൻ തുടങ്ങുമ്പോ ആഴത്തിലിറങ്ങും. നിന്നെ ദൈവം ഉറപ്പിക്കുക. ഹല്ലേലൂയ. എവിടാണോ നിന്നിട്ട് കുത്തിയത്, ആരാണോ നിനക്ക് പ്രശ്നം ഉണ്ടാക്കിയത്, അവിടുന്ന് തുടങ്ങും എന്റെ ദൈവം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് പറയാൻ പോവുകയാണ്, എവിടേക്കോ ചില മണ്ഡലത്തിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ടൈം ദൈവം വെച്ചിട്ടുണ്ട്, തിരിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. തിരിഞ്ഞു തുടങ്ങുമ്പോ നീ ചിന്തിക്കാത്ത ദൈവപ്രവൃത്തിയ ദൈവം നിനക്ക് വേണ്ടി വെച്ചേക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇന്നൊരു ദൂത് പറയാ, നിങ്ങൾക്ക് വേണ്ടി വേറെ ചിലരോടും കൂടെ ഇടപെട്ട് തുടങ്ങാൻ പോകുന്നു എന്ന് ഇന്ന് പകൽ ആത്മാവ് ആലോചന പറയുകയാണ്. അതിന്റെ സാക്ഷ്യങ്ങൾ ഉത്ഭവിക്കട്ടെ. നിന്നോട് മാത്രമല്ല, നിന്റെ കൂടെയുള്ള 2 സ്നേഹിതന്മാരോട് എന്റെ കോപം ചൊല്ലിച്ചിരിക്കും. അടുത്ത എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. നീ അങ്ങനെ നല്ലതല്ല അവിടെ എന്ത് ചെയ്തത്? സംസാരിച്ചത്. ആകയാൽ നിങ്ങൾ 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, യാഗമായിട്ട് അങ്ങ് പൊയ്ക്കോ, ഇയ്യോബിന്റെ ഫ്രണ്ടിൽ തന്നെ പൊയ്ക്കോ. നേരത്തെ പോയതുപോലെ അല്ല ഇനി പോണ്ടത്. നേരത്തെ ആശ്വസിപ്പിക്കാൻ പോയി നിന്ന് ടേൺ മാറ്റി. കുഴപ്പക്കേട് കൊണ്ടൊന്നും ഞാൻ ചെയ്തതല്ല, ഞാൻ ചില കാര്യം തെളിയിക്കാൻ പിശാചിന് അനുവാദം കൊടുത്തതാ. നിങ്ങൾ അതല്ല, നിങ്ങൾ റൂട്ട് മാറ്റി. ചെന്നോ യാഗമായിട്ട്. ചെന്നിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെളിയിൽ നിന്ന് ഒരാൾ ബുദ്ധിയായിട്ട് ചിന്തിച്ചു, എടാ മൊത്തവും പോയി തകർന്ന് കിടക്കുക, വീടില്ല, ആടില്ല, മാടില്ല, ഭാര്യയില്ല, എല്ലാം തകർന്നു കിടക്കുന്നവനോട് അവന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാൻ യുവമാരോട് പറയാം. ഇതാ ദൈവം, ഇതാ ദൈവം. വേഗം പോ, അല്ലെങ്കിൽ എന്റെ കോപം വെളിപ്പെടും. വേഗം യോബിന്റെ അടുത്തേക്ക് ചെന്ന, വെറുതെ ചെല്ലല്ല, യാഗവുമായിട്ട് ചെന്നാൽ അവൻ പ്രാർത്ഥിക്കും. അവനെ ഓർത്ത് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഇനിയാണ് ദൈവത്തിന്റെ അസാധാരണമായ തിരിവ് കഴിയണം. ഇനി 10 തൊട്ടൊന്ന് വായിച്ച 10-11 ശക്തമായ ദൂതിലേക്ക് കയറാൻ പോവാ. ഇന്നത്തെ മെസ്സേജ് തുടങ്ങാൻ പോവാ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഇയ്യോബ് നമ്മള് യാക്കോബിൽ എങ്ങനെ പറഞ്ഞത്? ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ, ദൈവം വരുത്തിയ അവസാനം നിങ്ങൾ ദൈവപ്രവൃത്തിയിലേക്ക് വരാൻ പോവാ. കേട്ട നമ്മൾ ഇതുവരെ ഇയ്യോബിന് പറ്റിയതാ കേട്ടത്. ഇനി ശ്രദ്ധിച്ചോണം, ഈ സ്നേഹിതന്മാരെല്ലാം കൂടെ ആരെടുത്ത് വന്നു? ഇയ്യോബിന്റെ അടുത്ത്. യാഗമൊക്കെ ആയിട്ട് വന്നു. ദൈവത്തിന് വേണ്ടി ദൈവത്തോട് ഇയ്യോബ് എന്ത് ചെയ്തു? ഇയ്യോബ് തന്റെ ഇനി വായിച്ചു, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ദൈവം അവനെ അനുഗ്രഹിച്ചു. മുമ്പുള്ളതിനെ എല്ലാം അപ്പുറത്ത് എന്ത് ചെയ്തു? ഇരട്ടിയായി കൊടുത്തു. ഇത് എങ്ങനെ? നമുക്ക് പെട്ടെന്ന് ഡൗട്ട് അടിക്കും, ഇതാണ് ഇതെങ്ങനെ സംഭവിച്ചത്? ഒരൊന്നും ഇല്ലാതെ ഗതികെട്ടിരിക്കുന്നവൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ദൈവം ടേൺ ഓവർ കൊണ്ട് തുടങ്ങിയാൽ ഇനി 11 വായിച്ചേ. ഈ 10 മാത്രം വായിച്ച അതിന്റെ പൂർത്തീകരിക്കാൻ കിട്ടുന്നത്. 11 വായിച്ചേ. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവനെ പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് ദൈവം ചലിക്കാൻ തുടങ്ങും. എല്ലാരും ശ്രദ്ധിച്ചേ, ഇതുവരെ കേറി വരാത്തവരെല്ലാം കേറി വരാൻ തുടങ്ങി. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ പരിചയക്കാരെല്ലാം അവന്റെ അടുക്കൽ അവന്റെ വീട്ടിലേക്ക് കയറി വരാം. ദൈവം തിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നിലേക്ക് വന്നു ചേരേണ്ടതിനെ എന്റെ ദൈവം കൊണ്ടെത്തിക്കും. നിന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കേണ്ടതിനെ എന്റെ ദൈവം കൊണ്ടെത്തിക്കും. പരിശുദ്ധാത്മാവ് ചിലനോട് പറയുന്നു, എന്തോ നിന്റെ വീട്ടിലേക്ക് കയറി വരാനുള്ള നന്മകൾ, എന്തോ നിന്റെ വീട്ടിലേക്ക് വന്നെത്തേണ്ട ചിലതുണ്ട്, അത് ഈ ദിവസങ്ങളിൽ വന്നെത്താൻ പോകുന്നു എന്ന് യേശുവിന്റെ നാമത്തിൽ. This is very prophetical. ഇതൊരു പ്രവചന ശബ്ദത്തോടാണ്. ഇതുവരെ നിന്റെ വീട്ടിൽ കയറി വരാത്തത്, ഇതുവരെ നിന്റെ വീട്ടിൽ കാണാത്തത്, യെസ്, ദൈവത്തെ സംഭവിക്കുന്നു. ഇതുവരെ കണ്ണീരാന്നും പറഞ്ഞ്, ഇതുവരെ ദുഃഖമാന്നും പറഞ്ഞ്, ഗതികെട്ട വീടാന്നും പറഞ്ഞ് ഒരുത്തനും കേറി വന്നില്ല. ഇപ്പൊ കേറി വരാൻ തുടങ്ങി. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, പിടിച്ചോ മകളെ, പിടിച്ചോ. ആ ദൂതന് നിന്നോട് പ്രാപിച്ചോ.
യേശുവിൻ നാമത്തിൽ ഇത് ദൈവാത്മാവ് തൊടുകയാണ്. യെസ് 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 യെസ്. എന്തോ തിരിച്ചു കയറി വരുന്നു, എന്തോ തിരിച്ചു കയറി വരുന്നു. ഇന്ന് പകൽ ഓരോരുത്തരെ നോക്കി പറയുന്നു, ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടതല്ല 41 അധ്യായം വരെ കേട്ടതല്ല 42 കാണുന്നത്. ഒരുത്തം പോലും വീട്ടിൽ കയറി വരാതെ ഒറ്റപ്പെട്ട് കിടന്ന വീട്ടിന്റെ അകത്തേക്ക് ദൈവം ചലിച്ചു തുടങ്ങുമ്പോ എത്തേണ്ടവനെ എത്തിക്കും. ആരോടൊക്കെ പറയുന്നു, നിന്റെ വീട്ടിന്റെ അന്തരീക്ഷം, നിന്റെ വീട്ടിന്റെ ആത്മതലങ്ങൾ എന്റെ ദൈവം മാറ്റാൻ പോകുക. ദൈവദൂതന്മാർ ചലിക്കട്ടെ, ദൈവത്തിന്റെ ദർശനങ്ങൾ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ വചനത്തിന്റെ മാരി ഇറങ്ങട്ടെ, ആത്മശാന്തിയോ നിന്റെ കൂടാരത്തിൽ ചലിക്കട്ടെ. കരമടിച്ചും ആത്മാവിൽ ഏറ്റെടുക്കുന്നവർ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരും കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ ദൂതനെ സ്വീകരിച്ചേ. എന്നോടൊരു ദൂത് പറയാ, എന്തൊക്കെ നിനക്ക് സംഭവിച്ചാലോ നിന്റെ വായിന്ന് വിശ്വാസ വാക്ക് പോകരുത്. എന്തൊക്കെ നിനക്ക് സംഭവിച്ചാലോ നിന്റെ വായിന്ന് വിശ്വാസ വാക്ക് പോകരുത്. നിന്നോട് ദൈവം പറഞ്ഞ ദൂത് വിട്ടുമാറരുത്. അത് വിളിച്ചു പറഞ്ഞ് സഹിഷ്ണുതയോടെ കാത്തിരുന്നോ. സകലത തിരിക്കുന്ന ദൈവം ചലിക്കുന്ന ഒരു സമയമാവാൻ പോകുകയോ. അപ്പോ എല്ലാ നിരാശ വാക്കുകളും മാറട്ടെ. വിശ്വാസം വിളിച്ചു പറ. നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ ശരീരത്തെ നോക്കി, നിന്റെ സമ്പത്തിനെ നോക്കി, നിന്റെ കൂട്ടായ്മയെ നോക്കി. Declare it, declare it. ദൃശ്യ അദൃശ്യ മണ്ഡലത്തിൽ ദൈവദൂതന്മാർ ഇറങ്ങി തടഞ്ഞു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ വെട്ടി മാറ്റി ചിലതൊക്കെ വന്ന് ചേരട്ടെ. നന്മകൾ തീർന്നില്ല. 11 ഒന്നുകൂടെ ഒന്ന് കാണിച്ചേ. 42:11 ഒന്നുകൂടെ തുടക്കത്തിൽ വായിച്ചേ. ശക്തമായ ദൂതിലേക്ക് കയറുക. അവന്റെ സകല സഹോദരന്മാര് സഹോദരിമാര് എല്ലാരും ഏറ്റെടുത്തോണ്ട് പരിചയമുള്ളവരൊക്കെ അവന്റെ അടുക്കൽ വന്ന് വീട്ടിൽ വന്ന് അവന്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു. ഒരു മിനിറ്റ്, ഇതുവരെ കഴിക്കാൻ ആരും ഇല്ലായിരുന്നു. പരിക്കൽ പിടിച്ചവന്റെ വീട്ടിൽ ഒരുത്തനും കേറത്തില്ല. വന്നവനും കുറ്റം പറഞ്ഞാ പോന്നേ. പക്ഷെ കേറാൻ ദൈവം ടൈം വെച്ചിട്ടുണ്ട്. വന്ന് കൂടെ വന്ന് എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. അടുത്തത് യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഇപ്പരാണ് മറ്റുള്ളവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ തുടങ്ങിയേ. നേരത്തെ എന്ത് ചെയ്യത്തില്ല, പറയത്തെ. ഇപ്പൊ ആശ്വസിപ്പിക്കാൻ ഇപ്പൊ വന്നെന്ത് ചെയ്തു? സഹതാപം മാത്രം, രണ്ടും ഉണ്ട്. സഹതാപം അയ്യോ പറ്റിയല്ലോ എന്നല്ല, എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു. നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു സ്വഭാവം. നമുക്ക് സഹതാപം കാണിക്കാൻ പറ്റും, പക്ഷെ വാക്കുകൾ പറഞ്ഞ് ബലപ്പെടുത്തി ആശ്വസിപ്പിക്കും. രണ്ടും രണ്ടാ. അയ്യോ പറ്റിയല്ലോ, ഞങ്ങൾക്ക് വിഷമമുണ്ടല്ലോ, അത് വേറെ. പക്ഷെ അടുത്താണ് ദൈവ സ്നേഹത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അവൻ എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു. അടുത്തത് ഓരോ വാക്കും ശ്രദ്ധിച്ചു. ഓരോരുത്തരും അവൻ ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. നിനക്കിരിക്കട്ടെ പൊൻനാണയവും പൊൻമോതിരവും കൈകൊണ്ട് കൊടുത്തു. ഇങ്ങനാണ് ഇയ്യോബ് വർദ്ധിക്കാൻ തുടങ്ങിയത്. ഒന്നുമില്ലാതെ 10 ആടിനെ വാങ്ങിച്ചാലേ അടുത്ത ആട് വർദ്ധിക്കാത്തുള്ളൂ. ആദ്യം വാങ്ങിക്കാൻ ഒരെണ്ണം വേണ്ടേ? 10 ഒട്ടകത്തെ വാങ്ങിച്ചാലേ പിന്നെ വർദ്ധിക്കാൻ പറ്റത്തുള്ളൂ. ഈ തുടക്കത്തിൽ ഇതിൽ എവിടുന്നാ വേണ്ട ഈ മൂലധനം? ഇവരെല്ലാം കൊണ്ടും കൊടുക്കുക. ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, അന്ന് എത്താൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് എന്തോ ഒരു ശക്തി ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്നു. എന്നാ ഇരിക്കട്ടെ, വെറുതെ ആഹാരം കഴിച്ചിട്ട് വെറുതെ പോവല്ല. ഇരിക്കട്ടെ പൊൻനാണയം, ഇരിക്കട്ടെ പൊന്മോതിരം. ഹല്ലേലൂയ. അങ്ങനെ ആ വാക്ക് സകല സഹോദരന്മാരും സകല സഹോദരിമാരും മുമ്പേ പരിചയമുള്ളവനെല്ലാം വന്നു.
മുമ്പേ പരിചയമുള്ള അവ നാട്ടുകാർ മൊത്തം എത്തി, പരിചയമുള്ള ബന്ധുക്കൾ മൊത്തം എത്തി. ഇവരുടെ എല്ലാം പൊന്നാണയും പൊൻവെള്ളിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്ഭുതമായി. ഇതാ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ. പിന്നെ താരോട്ട് വായിക്കുമ്പോ അവന് നഷ്ടപ്പെട്ടതല്ല അനേകം മടങ്ങായി എന്റെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. വെറുതെ മരിച്ചെന്നല്ല, തലമുറകളെയും കണ്ട് കാലസമ്പൂർണതയിൽ വൃദ്ധനായി മരിപ്പാൻ ദൈവം ഇടയാക്കി. ഇന്ന് പകലൊരു ദൂത് പറയാം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ 1-2 നിനക്ക് നഷ്ടത്തിന്റെ കണക്കുകൾ പറയാനുണ്ട്. 3 മുതൽ 40-41 വരെ എന്തെന്ന് പറയാതെ മറ്റുള്ളവരുടെ കുത്തുവാക്കും നിന്റെ ഉള്ളിൽ തോന്നുന്ന വേദനകളും ചാരത്തിൽ കിടക്കുന്ന അനുഭവങ്ങളും നിനക്കുണ്ടായിരിക്കാം. പക്ഷേ ഒരു 42-ാമത്തെ അധ്യായം ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചാപ്റ്റർ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തിരിയാൻ ദൈവം സമയം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ചിന്തിക്കും എല്ലാം ഡെഡ് എൻഡ് തീർന്നെന്ന്. പക്ഷെ അവിടെ നിന്ന് ഹല്ലേലൂയ ഒരു പുതിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് പുതിയതൊന്ന് റൈറ്റ് ചെയ്ത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് എൻ്റെ ദൈവം നിശ്ചയമായി കൊണ്ടെത്തിച്ചിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇതുവരെ 1-ാം അധ്യായം മുതൽ 41-ാം അധ്യായം വരെ മനുഷ്യൻ കേട്ട കഥയല്ല. 42-ാം അധ്യായത്തിൽ ദൈവം ഒരു സ്റ്റോറി എഴുതാൻ തുടങ്ങി. ഔട്ട്കമ്മിലേക്ക് എത്തിച്ചു. ഹല്ലേലൂയ. ഒരു ശുഭാന്ത്യത്തിലേക്ക് ദൈവം കൊണ്ട് എത്തിച്ചു. അടുത്തിരിക്കുന്ന തൊട്ട് പറ, ഇതുവരെയുള്ള കഥ മാറാൻ പോവാന്ന് പറഞ്ഞു. കഥ മാറാൻ പോവാ. ആവശ്യത്തിന് കഥ മാറാൻ പോവാ. ആമേ. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളോട് ഞാൻ തൊട്ടല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആള് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞ നിങ്ങളോടുള്ള പ്രവചനം സ്റ്റോറി റൈറ്റ് ചെയ്യാൻ പോവാ. നീ വിശ്വാസ വാക്ക് പറഞ്ഞ് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ തിരിക്കുന്നൊരു ദൈവമുണ്ട്. ഇത്ര വലിയ പ്രശ്നമുള്ള മനുഷ്യനെ ദൈവത്തിന് തിരിക്കാമെങ്കിൽ മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സാധാ പ്രശ്നമൊന്നുമല്ല, മാനസികം, ശാരീരികം, വൈകാരികം. ഇതിനെ ദൈവം തിരിക്കാമെങ്കിൽ വീട്ടിൽ ഒരു തിരി സമാധാനം ഇല്ലാത്ത വീടാ, അവളെ തിരിക്കാമെങ്കിൽ നിന്റെ ജീവിതത്തെ ടേൺ അറൗണ്ട് ചെയ്യുക. തിരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു സ്റ്റോറി മാറ്റാൻ പോകുക ദൈവം, റൈറ്റ് ചെയ്യാൻ പോകുക. ചിലത് ഇന്ന് പകൽ ദൈവത്തിന്റെ ഒറ്റ ടച്ച് മതി, നിന്റെ എല്ലാ വേദനകളും മാറാ. ദൈവ സാന്നിധ്യയോട് ചേർന്നിരിക്കുന്ന ഒറ്റ നിമിഷം മതി നിന്റെ സ്റ്റോറി റീറൈറ്റ് ചെയ്യാ. ഓ റബ്ബാബ, ദൈവ സന്നിധിയിൽ ഇരുന്നാൽ ദൈവം നിന്റെ സ്റ്റോറിയെ മാറ്റും. എന്റെ ദൈവം ഒന്ന് ടച്ച് ചെയ്താൽ നിന്റെ പെയിനുകൾ മാറും. ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു വലിയ മെസ്സേജാ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് തുടങ്ങുന്ന തീർക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിയോഗത്തിൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു വലിയ ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് ചലിക്കും. ജീവിതത്തിൽ സംഭവിച്ച നഷ്ടത്തെ ദൈവം പിന്നീട് ഒരു വലിയ അത്ഭുതകരമാക്കി മാറ്റുന്ന ദൈവം. ഇന്നെന്തോ ഈ മെസ്സേജ് പറഞ്ഞ ദൈവം എവിടെയൊക്കെ തിരിക്കാൻ പോവാ, തിരിവ് ദൈവം ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. നീ സഹിഷ്ണുതയോടെ കാത്തിരുന്ന് വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറയേ. യോബ് വിളിച്ച് എത്രയൊക്കെ വന്നിട്ടും ഇല്ല, എന്റെ വീണ്ടെടുപ്പാരം ജീവിക്കുന്നു. അല്ല, ദൈവം തന്നു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ കാണും, അന്യനല്ല, സ്വന്തം കണ്ണാൽ കാണും. ഇതിലൊന്നും പാപം ചെയ്ത് വിളിച്ചു പറഞ്ഞ് സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാനാ. അവന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. വേഗത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാൻ പോകാം. 9-ാം അധ്യായം 1-ാം വാക്യം. ആദ്യ ഭാഗം ഞാൻ വായിക്കാം. ഞാൻ പറയുന്ന തൊട്ട് വായിച്ചാൽ മതി. ബെന്യാമിൻ ഗോത്രം, കീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ധനികൻ, ഒത്തിരി ആടുമാടുകളും മൃഗസമ്പത്തുമുള്ള മനുഷ്യൻ. അതിന്റെ 2-ാം വാക്യം, അവന് ശൗൽ എന്നു പേരുള്ള യൗവനക്കാരനായ കോമളത്വമുള്ള നല്ല പൊക്കമുള്ള ഉയരമുള്ള കണ്ടാൽ നല്ല ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. അക്കീഷിന്റെ മകന്റെ പേര് ശൗൽ എന്നാണ് പേര്. ഇനി 3-ാം വാക്യം ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. ഈ കീശിന് ഒത്തിരി കഴുതകളും മൃഗസമ്പത്തുകളും ഉണ്ടായിരുന്നു. ഇവിടെ അത് കാണാതെ പോയി. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. കോമളരൂപനായി നല്ല ഉന്നതമായ വീട്ടിൽ വളർന്ന മനുഷ്യൻ ഒരിക്കൽ അപ്പം പറയാണ്, നമ്മുടെ കഴുതകളൊന്നും കാണുന്നില്ല. നീ എന്ത് ചെയ്യണം? ഒരു ഭൃത്യനെ, ഒരു വേലക്കാരനെ, ഒരു സെർവന്റിനെ കൂടെ കൂട്ടി
ഇതിനെ അന്വേഷിക്കാൻ നീ എന്ത് ചെയ്യുക? പുറപ്പെടുക. ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം ഒന്നും അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചു കാണത്തില്ല. എന്തെന്നറിയാതെ അപ്പന്റെ വാക്കുകെട്ടനുസരിച്ച് കഴുതുകളെ അന്വേഷിപ്പാൻ ഇറങ്ങി. 4 മുതൽ വാക്യങ്ങൾ. അവൻ എഫ്രയീം മലനാട്ടിലും ആ. ശാലീശ ദേശത്തും കൂടി സഞ്ചരിച്ചു. അപ്പൊ എഫ്രയീം മലനാട്ടിലും വ്യത്യസ്തമായ അനുഭവം, ഒത്തിരി പേരുകൾ അവിടെ പറയുന്നുണ്ട്. വ്യത്യസ്തമായ ഗ്രാമങ്ങൾ കൂടെ നാട്ടിൽ കൂടെ കടന്നുപോയി. അവിടെ ഒന്നും എന്ത് ചെയ്തില്ല? കണ്ടില്ല. അവൻ ബെന്യാമിൻ ദേശത്തുകൂടിയും സഞ്ചരിച്ചു. അവിടെ എന്ത് ചെയ്തില്ല? കണ്ടില്ല. അങ്ങനെ പല ദേശത്തു കൂടെ നടന്ന് കണ്ടില്ല. 5 സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, ഒരു സ്ഥലത്തെത്തിയപ്പോ ശൗല് കൂടെ വന്നവനോട് പറയാണ്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെ കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ എന്ത് ചെയ്തില്ല? ഒന്നും നടന്നില്ല. ഇനി കഴുതയെ നമുക്ക് എന്ത് ചെയ്യണ്ട? നോക്കണ്ട. ഇനിയിപ്പം അപ്പൻ കരുതയെ കുറിച്ചുള്ള വിഷമം മാറ്റിട്ട് നമ്മളെ കുറിച്ചുള്ള വിഷമം മതി, നമുക്ക് നിർത്തിട്ട്. ചില സമയത്ത് നമുക്കുണ്ട് ചില ദൗത്യത്തിന് ഇറങ്ങി യാത്ര തിരിക്കുമ്പോൾ ചില മടിപ്പ് ഇടയ്ക്ക് വരും. സ്വാഭാവികമാണ്, അത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് നമുക്കുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ചത് കാണാതിരിക്കുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ചത് ലഭിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ കൺമുമ്പിൽ കാണാതിരിക്കുമ്പോൾ മതി, നിർത്തിയേക്കാം. ഒരു മടിപ്പുണ്ടാവും. ഇവനും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? പോകാം. ഇനി നിന്ന് അപ്പൻ കരുതയെ കുറിച്ചുള്ള വിഷമം മാറ്റി നമ്മളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ അന്വേഷിക്കും. ഇത് പറയുമ്പോ അടുത്ത കൂടെ വന്നവൻ ഭൃത്യൻ എന്താ പറഞ്ഞേ? അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പൊ കൂടെ നിന്ന് ഭൃത്യൻ പറഞ്ഞു, വേണ്ട, എന്തായാലും ഇത്ര വന്നല്ലേ, ഇവിടെ ആരുണ്ട്? പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ ദൈവശബ്ദം പറയുന്നവനാ, അവൻ പറയുന്നതൊക്കെ ഒത്തുവരുന്നുണ്ട്, നമുക്ക് അവിടത്തേക്ക് ചെല്ലാം, കഴുതയെ കണ്ടുപിടിക്കാനുള്ള വഴി അവൻ പറഞ്ഞു. ഇന്നത്തെ പകലത്തെ ശുശ്രൂഷയാണ്. ഒരു ദൈവദാസനെ കൂടെ വീണ്ടും നിങ്ങളെ മനസ്സ് മടുത്ത നിന്നെ വീണ്ടും വിളിക്കുക. നീ ദൈവത്തോട് ഒന്നുകൂടെ ഒന്ന് അടുത്തേ, നീ ഒന്നുകൂടെ ആ ദൈവശബ്ദം മുറുകെ പിടിച്ചേ. ഇന്നലകൾ കണ്ടില്ലെങ്കിൽ നീ മടുത്തു പോകരുത്, നീ വീണ്ടും ദൈവസന്നിധിയിലേക്ക് വാ. ഇതാ ഒരു ശുശ്രൂഷകന്റെ ജോലി. ഇതാ ഇന്ന് പകലും ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നത്. മനസ്സ് മടുത്ത് മതിയാക്കി തിരിച്ചു പോകാൻ, നിർത്താൻ, മതിയാക്കാൻ, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് തോന്നും. അപ്പനും കേൾപ്പിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. അതാണ് ശുശ്രൂഷയുടെ ആരാധനയുടെ ഒക്കെ ഗുണം. ചിലപ്പോൾ വീട്ടിലിരുന്നാൽ വീണ്ടും വീണ്ടും നിരാശപ്പെട്ട് പോകത്തേ ഉള്ളൂ. വീണ്ടും ഇതിനകത്ത് കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അകത്താത്മാവി കത്തും. ഹല്ലേലൂയ. നമുക്ക് ദൈവപുരുഷനടുത്തേക്ക് പോകാന്ന് പറഞ്ഞു. മനോഹരമായ സംഭവങ്ങൾ അതിനകത്ത് ഒത്തിരി, ഓരോ വാക്കും എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് വെറുതെ പോകലെന്ന് പറഞ്ഞു. നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് പോകുമ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, കൃത്യം പറഞ്ഞു, എൻ്റെ കുറച്ച് കാര്യമുണ്ട്, നമുക്കത് കൊടുക്കാം എന്നൊക്കെ. അവർ ഈ പ്രതീക്ഷയോടൊന്നും വന്നല്ലോ, കരുതേ നോക്കാൻ ഇറങ്ങില്ല, ഉള്ളത് വെച്ച് അവരവിടെ ചെല്ലുന്നു. ദൈവപുരുഷന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇതാണ് ദൂത് പറയാൻ പോകുന്നത്. 9:15 വായിച്ച് 15:16 വേഗത്തിൽ 15:16 എന്നിട്ട് 20. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിനെ വെളിപ്പെടുത്തി. ആരാന്നറിയോ? ഈ ദൈവദാസൻ ശമൂവേൽ പ്രവാചകൻ. ശമൂവേലിനെ വെളിപ്പെടുത്തി. നാളെ ഈ നേരത്തെ ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. നാളെ ഈ നേരത്ത് ഒരുത്തൻ ചിലത് നഷ്ടപ്പെട്ട് വഴി അറിയാതെ കേറി വരുന്നുണ്ട്. അവനോട് നീ ദൂത് പറയുന്നതിന് മുമ്പേ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ രാജാവായി അഭിഷേകം ചെയ്യണം. ഈ കേറി വരുന്നവൻ ആരാന്നറിയാമോ? കരുതയെ നഷ്ടപ്പെട്ട് കേറി വരിയിൽ വെച്ച് മടുത്ത് തിരിച്ചപ്പന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ച് ഈ ഒരു ദൈവശബ്ദത്തിന് വേണ്ടി കൊതിച്ച് നിന്റെ വീട്ടിലേക്ക്, നിന്റെ സന്നിധിയിലേക്ക് കേറി വരുന്നവൻ ആരാന്നറിയാമോ? നാളുകളിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ശൗൽ എന്നൊരു മനുഷ്യനെ അഭിഷേകം ചെയ്യണം. അവനാണ് ഈ കേറി വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില നഷ്ടപ്പെട്ടിട്ടും ചിലതൊക്കെ കാണാതിരുന്നിട്ടും വീണ്ടും നീ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നുണ്ടെങ്കിൽ നിന്നെ നോക്കി ഞാനൊരു ദൂത് പറയുന്നു. നീ കാണാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ മടുത്ത് ഉണ്ടാക്കുന്ന പിശാചിന്റെ തന്ത്രമാ, മടിപ്പുണ്ടാക്കി തിരിച്ചു മാറ്റുന്ന പിശാചിന്റെ തന്ത്രമാ. നീ അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ നിന്നെ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ എന്റെ ദൈവം കരുതി വെച്ചേക്കുക.
മടുക്കരുത് ദൈവജനമേ, നീ വീണ്ടും പ്രാർത്ഥിച്ചോ, ദൈവവചനം വീണ്ടും വിളിച്ചു പറഞ്ഞോ, എന്തോ സമയമായി. ദൈവം നിനക്ക് കരുതി വെച്ചതിലേക്ക് എടുക്കാൻ സമയമായി. ചുരുക്കി പറയാ, പ്രവാചകൻ പറഞ്ഞ നീ കരുതിയെ കൊടുത്ത് വിഷമം, അതൊക്കെ കണ്ടു കിട്ടിയേക്കുന്നു, അതൊക്കെ റെഡി. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം, നീ ഇവിടെ താമസിക്കേ, നാളെ പോയാ മതി. ഒരു വലിയ ഗൗരവമായ കാര്യം നിന്റെ മേൽ ചെയ്യാൻ പോവുക. ഇന്ന് പകൽ ചില നഷ്ടങ്ങളും ചില വേദനകളും നീ ദൈവത്തോട് പിടിച്ചു നിന്നെങ്കിൽ, ഞാൻ ഇന്ന് ചിലരോട് പറയാം, ഇതൊരു ഹൃദയം തുറന്ന് പറയാം, എന്തോ ഗൗരവമായ ചില കാര്യങ്ങൾ നിന്റെ മേൽ വന്ന് വീഴാൻ പോവാ. ഇതുവരെ നീ അനുഭവിച്ചില്ലേ, ഉയരത്തിൽ നിന്ന് ചിലത് പകരാൻ പോവുക. ദൈവാത്മാവ് റെഡി ആയിക്കോ. അടുത്ത മിനിറ്റുകൾ, ഇനിയുള്ള ഓരോ മിനിറ്റും റെഡി ആയിരുന്നോ. ഗെറ്റ് റെഡി. Something going to fall from above, the special one. Oh. പെട്ടെന്ന് 10:1 വായിച്ചേ. 10:1 വായിച്ചേ. 10:1, 6, 11 പെട്ടെന്ന് വായിച്ചു. ശൗമേൽ തൈലപാത്രം എടുത്ത്, ശൗമേൽ പ്രവാചകൻ പിറ്റേ ദിവസം അതിപ്രഭാതത്തിൽ പാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ തലയിലോട്ട് വേർപ്പ് കയറി നഷ്ടപ്പെട്ട് എങ്ങനെയും കരുതേ കണ്ടുപിടിച്ച് തിരിച്ചു വീട്ടിൽ പോകാൻ വന്നവനാ. അവന്റെ തലയിലിട്ട് കൊമ്പിൽ നിന്ന് തൈലം ഒഴിച്ചിട്ട് അവകാശത്തിന്റെ പ്രഭുവായി രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടവൻ ഒരു കിങ്ങായി മാറാൻ പോകുകയാണ്. ഇന്ന് പകൽ ദൈവം ചിലത് പകരാൻ പോവുക, ചിലതിന് മേലൊരു അഭിഷേകത്തെ പകരുക. എന്നിട്ട് 6-ാം വാക്യം, 6-11, 6. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല, ആത്മാവ് നിന്റെ മേൽ വന്ന് നീ പ്രവചിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആള് മാറിയവനായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഇനി ശ്രദ്ധിക്കണം, ശൗല് തിരിച്ചു പോവുക. ഈ ദൂതൊക്കെ കേട്ടിട്ട് 9, 10, 11 വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. 9, 10, 11 അവൻ ശൗമേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ഇനി 10, 11 വാക്യം വായിച്ചോ. ശ്രദ്ധിച്ചോ. അവർ അവിടെ ഗിരിയിങ്കൽ എത്തിയപ്പോൾ 10 കാണിച്ചു. ഓക്കെ, 10 ഒരു മിനിറ്റ്. 10 അവൻ അവിടെ ഗിരിയിങ്കൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെതിരെ വന്നു. നോക്കിയേ, അഭിഷേകം വീണ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു, അഭിഷേകം വീണ് വന്ന ശൗലല്ല, അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവനല്ല തിരിച്ചു പോകുന്നത്. അഭിഷേകത്തോടെ തിരിച്ചു പോകുമ്പോ ഓപ്പോസിറ്റ് ആര് വരുന്നു? ഒരു പ്രവാചകണം വരും. അടുത്ത് അവനെതിരെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. ഇവരുടെ കൂട്ടത്തിൽ ഇവനും കയറി പ്രവചിച്ചു. ഇവൻ പ്രവാചകനല്ല, പ്രവാചകണം വന്നു. പക്ഷെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോ അവനും കയറി പ്രവചിച്ചു. നിന്നെ വ്യത്യസ്തനാക്കും, ആള് മാറിയവനാക്കും. ദൈവം പറഞ്ഞില്ലേ, ആള് മാറിയവനാക്കി മാറ്റാൻ പോയാ. എന്തോ വ്യത്യസ്തത നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോയാ, നിന്റെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോയാ. അടുത്തത് മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീശിന്റെ മകൻ എന്ത് സംഭവിച്ചു? ഇവൻ എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആയോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. ഇവനും പ്രവാചകനോ? ഇവനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ കേട്ടത്. ഇവനും പ്രവാചകണത്തിൽ വന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്റെ ചരിത്രത്തെ തിരിച്ചിറങ്ങും. എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാ? അപ്പന്റെ കരുതയില്ലാതെ. അയ്യോ, ഞാൻ പറയാം ഒന്ന് പിക്ചർ. ചിലപ്പോ നമ്മുടെ ഇന്നത്തെ പിള്ളേരല്ലേ, എന്തിനായി അപ്പ എന്നെ വീട്ടിൽ ഇഷ്ടംപോലെ വേലക്കാരില്ലയോ, അവരെ കൂട്ടിക്കൊണ്ടങ്ങ് കരുതേ പിടിക്കാനായിട്ട് അവരെ കൊണ്ടുപോയ പോലെ ചിലതൊക്കെ നിനക്ക് ഇഷ്ടമല്ലാത്തത് പ്രസ് ചെയ്ത് നിന്നെ കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയാമോ? സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോ ശൗലിന് അറിയത്തില്ലായിരുന്നു, ഞാൻ തിരിച്ചു വരുമ്പോൾ രാജാവായി, ഞാൻ ആള് മാറിയവനായി എന്റെ ദൈവം കൊണ്ടെത്തിക്കുമെന്ന്. ഇന്ന് പകൽ ചിലരോട് പറയുന്നു, നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അനുഭവം അല്ല, അല്പ മിനിറ്റുകളൊന്ന് ആരാധിച്ചോ, നിന്റെ ചരിത്രം മാറ്റുന്ന ഒരാത്മസാന്നിധ്യം ആരാധിക്കണം.
നിൽക്കേണ്ടവർ ആരാധിച്ചോ, നിൽക്കുന്നവർ എഴുന്നേറ്റ് ആരാധിച്ചോ. ഇന്ന് പകൽ ഒരു ആത്മാവിന്റെ പ്രവൃത്തിയാണ് ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടുന്നത്.